ഹലോ, എല്ലാവരും ഒരു സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ പിറന്നാൾ ആഘോഷമുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് പോവുകയാണേ. ഞങ്ങൾക്കിവിടെ ലിഫ്റ്റ് ഇല്ല ഞങ്ങളുടെ ബിൽഡിങ്ങിൽ, അതുകൊണ്ട് ഞങ്ങൾ തേർഡ് ഫ്ലോറിലാണ് കേട്ടോ. അവിടുന്ന് എന്ത് കാര്യത്തിന് വേണേലും നമ്മൾ ഈ സ്റ്റെപ്പ് വഴി ഇറങ്ങണം. ശരിക്കും മടുപ്പാകും കേട്ടോ. അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ കുഴപ്പമില്ല, നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് തിരിച്ച് കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്, മടുപ്പാണ്. ഈ ലിഫ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഇത്രയും സ്റ്റെപ്പ് കയറുക എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഞങ്ങളുടെ ഈ ഫ്ലോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓണർ താമസിക്കുന്ന ഫ്ലോർ കേട്ടോ. ഇപ്പോൾ ഏറ്റവും അടിയിലത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മടുപ്പാണ്. ലിഫ്റ്റ് ഉണ്ടെങ്കിൽ ഒരു സുഖമുള്ളൂ, പക്ഷേ ഇവിടെ ലിഫ്റ്റ് വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് തോന്നുന്നു അവർ വെക്കാത്തത്. അപ്പോൾ ഞങ്ങൾ റാപ്പിഡോയ്ക്ക് ബുക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ് വണ്ടി വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു ലൊക്കേഷനിൽ ഞങ്ങൾ താമസിക്കുന്നിടത്ത് കേട്ടോ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്വന്തം ലൊക്കേഷൻ വെച്ചാൽ അങ്ങേ അപ്പുറത്തെ വണ്ടി വരത്തുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇത് ഇടയ്ക്കിടയ്ക്കൂടെ ഓരോരോ വഴികളുണ്ട്. അപ്പോൾ മെയിൻ റോഡിൽ കൂടെ വന്നാലേ ഞങ്ങളുടെ അങ്ങോട്ടേക്ക് പെട്ടെന്ന് വരത്തുള്ളൂ. പക്ഷെ ഒരു വണ്ടി അങ്ങനെ വരത്തില്ല, വേറെ അപ്പുറത്തൊരു വഴിയുണ്ട്, അവിടെ വന്ന് നിൽക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നടന്ന് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു വണ്ടിക്കാരനെ ബുക്ക് ചെയ്തിട്ട് പുള്ളി അപ്പുറത്തെ എവിടെയോ വന്ന് കിടക്കും. എന്നിട്ട് അങ്ങോട്ടേക്ക് നടന്ന് ചെല്ലാൻ പറഞ്ഞ് പുള്ളി എന്തോ പ്രശ്നം ഉണ്ടാക്കി. ഒട്ടും നടക്കാൻ പറ്റിയില്ല എന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം നമ്മൾ പൈസ കൊടുത്ത് പോകുന്നത്, അതിന് നമ്മൾ ഇത്രയും ദൂരം കുറേ ദൂരം അങ്ങനെ നടന്ന് ചെല്ലേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പോഴത്തേക്കും പുള്ളി തന്നെ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേറെ വണ്ടി നോക്കുവാണ്. ഇവിടുത്തെ സ്ഥിതി എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ. ചിലർക്ക് ഭയങ്കര അഹങ്കാരമാണ്. ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് ബാഡ് ബിഹേവിയർ തെറിയാ പറഞ്ഞു. പുള്ളി തെറി പറഞ്ഞോ? എന്നാന്നാ പറഞ്ഞു? ക്യാൻസൽ മൈ റൈഡ്. പക്ഷെ അത് എന്തിടാൻ പറഞ്ഞു? നമ്മൾ ലൊക്കേഷൻ ഇടുന്ന ഇവിടെയാ. ഓട്ടോ വിളി. ഇവിടെ വണ്ടി നമ്മൾ റാപ്പിഡോയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവർ 20 രൂപ, 30 രൂപ, 40 രൂപയൊക്കെ കൂട്ടിയിട്ടാൽ മാത്രമേ 40 രൂപ കൂട്ടിയിട്ടാലും വീണ്ടും അവർ 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും കാണിക്കും. അതുകൊണ്ട് അവസാനം ഒരു വണ്ടി തപ്പി എടുത്തു കേട്ടോ. എനിക്കാണെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര പാടാണ്. കാരണം എനിക്കിപ്പോൾ ജലദോഷമുണ്ട്. ഇവിടെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല കുറച്ച് മഴ, നല്ലതല്ല മഴയുണ്ട്, രാത്രിയാകുമ്പോൾ തണുപ്പുണ്ട്. അതിൻ്റെ ചെറുതായിട്ടൊരു ജലദോഷം വന്നിട്ടുള്ളതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഇങ്ങനെ മൂക്കിക്കൂടെ സംസാരിക്കുന്ന പോലെ തോന്നും കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ. അതോടെ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്ന വഴി ആ നീല ഷർട്ട് ചെറുക്കൻ വന്ന വഴി, അവിടെ നിന്ന് നേരെ കയറിപ്പോയ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് എത്താം കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ വണ്ടിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ഇതിലെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഞങ്ങൾ വിചാരിച്ച വഴി കൂടെ വന്നില്ല, വേറെ വഴി കൂടിയാണ് വന്നത്. വണ്ടിയിൽ കയറിയിരുന്നു. കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. കാരണം സാധാരണ എല്ലാ വണ്ടി വിളിച്ചാലും ഇവിടെ ഭയങ്കര വഴി, ഇങ്ങനെ ഇടയ്ക്കുള്ള വഴികളൊക്കെ ഭയങ്കര മോശം. ഞങ്ങളുടെ ആ ഭാഗത്തേക്കുള്ള വഴിയൊക്കെ മോശമായതുകൊണ്ട് നല്ല കുലുക്കം ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി എടുത്തുകൊണ്ട് പോകാനുള്ള തത്രപ്പാടായി കാണുന്നത്. കാരണം ഈ സമയത്തൊക്കെ നല്ല തിരക്കാണ്. ഇപ്പോൾ ഒരു 6 മണി സമയമായിട്ടുണ്ട്, ഈ ജോലിക്കാരൊക്കെ ഇറങ്ങുന്ന സമയം. അപ്പോൾ ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ. ഇനി ചന്ത ദിവസമൊന്നും അല്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ 2 സൈഡിലും ഇഷ്ടംപോലെ കച്ചവടക്കാരൊക്കെ വന്നിട്ട് ഇതിലും നല്ല തിരക്കായിരിക്കും. നന്നായിട്ട് കുലുങ്ങുന്നുണ്ട്, ക്യാമറ നന്നായിട്ട് ഷേക്ക് ആകുന്നുണ്ട്. അപ്പോൾ ഇതെവിടെയാണ് ഞങ്ങളുടെ ഈ ചന്ത വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ നല്ല തിരക്കായിരിക്കും. കാരണം 2 സൈഡിലും ഇഷ്ടംപോലെ കച്ചവടക്കാരൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വില കുറച്ച് പച്ചക്കറിയൊക്കെ കിട്ടും കേട്ടോ. അതാണ് ഒരാശ്വാസം. പിന്നെ ഇവിടെ എപ്പോഴും ഈ തുണി ഐറ്റങ്ങളൊക്കെ ഉണ്ട്, ബാഗുകൾ അങ്ങനെ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ചായ കുടിക്കാൻ വരുന്ന സ്ഥലവും ഇവിടെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു ഷോപ്പുണ്ട്, അവിടെ ചായ കുടിക്കാൻ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം വരാറില്ല. എനിക്ക് ഈ ജലദോഷം വരുമ്പോൾ ഈ ശ്വാസം മുട്ടലിൻ്റെ ചെറിയൊരു പ്രശ്നവും കൊണ്ട്, ശ്വാസം മുട്ടലെന്ന് വെച്ചാൽ എനിക്ക് ആ മൂക്കിൽ ദശ വളരുന്ന ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട്, അപ്പോൾ എനിക്ക് സംസാരിക്കാനൊക്കെ എനിക്കെന്തോ ശ്വാസം എടുത്ത് വലിക്കുന്നതൊക്കെ, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഈ ബുദ്ധിമുട്ട് വരെ. ഞാൻ നിർത്തി കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കെന്തോ ബ്രീത്തിങ് ഇഷ്യൂ വരുന്നത് പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയാണ് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് ചുമ വരും.
എന്തോ എനിക്ക് ജലദോഷം ഇങ്ങനെ ചെറുപ്പം തൊട്ടുള്ളത് കൊണ്ടേ. അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ചാടാൻ വേണ്ടിയിട്ട് ഒരു കുറുക്ക് വഴി ഞാൻ ആദ്യമായിട്ടാണ് വഴിക്ക് വരുന്നത്. അപ്പോൾ ഇതിലെ വന്നാൽ പെട്ടെന്ന് വലിയ തിരക്കൊന്നും പെടാതെ മെയിൻ റോഡിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഞങ്ങൾ മെയിൻ റോഡിലെത്തി കേട്ടോ. ഇപ്പോൾ നല്ല തിരക്കിൻ്റെ സമയമായിരിക്കും, കാരണം ഓഫീസ് ടൈമൊക്കെ തീരുന്ന സമയമായതുകൊണ്ടേ. വിചാരിച്ച പോലെ തന്നെ നല്ല തിരക്കായിരുന്നു, നന്നായിട്ട് ബ്ലോക്ക് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് എനിക്ക് വണ്ടിയിൽ കയറിയിട്ടുണ്ട്, എനിക്കിങ്ങനെ ഇരിക്കാൻ ഒട്ടും എനിക്കിഷ്ടമല്ല. എനിക്കാണെങ്കിൽ ഒന്നാമത് വോമിറ്റിങ് ചെയ്യുന്ന പ്രശ്നമുണ്ട്. എനിക്ക് ഈ കാറിലൊന്നും സ്മെല്ല് എനിക്ക് പിടിക്കത്തേ ഇല്ല. അങ്ങനെ വോമിറ്റിങ് ചെയ്യുന്ന പ്രശ്നം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. പക്ഷെ എന്താ ചെയ്യുക, ഇങ്ങനെ ബ്ലോക്ക് വന്നാൽ എന്താ ചെയ്യുക, പെട്ടെന്ന് മാറും. എന്നാൽ ഈ ഒരു ഏരിയയിൽ നന്നായിട്ട് ബ്ലോക്ക് ഉണ്ടാകും, കാരണം എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുക അങ്ങനത്തെ സമയമൊക്കെ ആണല്ലോ. അപ്പോൾ നല്ല ബ്ലോക്ക് വരും, സഹിക്കുക, അത്ര തന്നെ. അല്ലാതെ ഇപ്പം എന്നാ പറയുക. ഞാനിപ്പോൾ ഇവിടെ ഈ ഹൈദരാബാദിൽ വന്നിട്ട് 2024 ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ അല്ലായിരുന്നു, കുക്കട്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെയായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഈ കറക്റ്റ് സ്പോട്ട് എന്ന് വെച്ചാൽ ഗച്ചിബോളി, അവിടെ ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയതാണ്. ഇത് ഇവിടെ ഒരു 7 ടോംബ് ഇതിൽ എനിക്ക് സത്യം പറയാൻ അതിൻ്റെ പേരെനിക്ക് അറിയത്തില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ 7 ടോംബ് അങ്ങനെ എങ്ങാണ്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം, ഒരു സ്മാരകമാണെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് അറിയത്തില്ല. എപ്പോഴും പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നൊരു സ്ഥലമാണ്. ഞാനിങ്ങനെ വീഡിയോയ്ക്കകത്തൊക്കെ കണ്ടിട്ടുണ്ട്. അതിവിടെ എവിടെയോ നോക്കുമ്പോൾ കാണാം. അത് എവിടെയാണെന്ന് ഞാൻ മറന്നുപോയി. ഇതിൻ്റെ ഇടയ്ക്ക് അതിലോ കൂടെ കാണാം കേട്ടോ. പക്ഷേ അത് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. എപ്പോഴെങ്കിലും പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഇതിലെ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഗോൾക്കൊണ്ട ഫോട്ടോ ഒക്കെ കാണാം. വണ്ടി നല്ല സ്പീഡിലാണ് പോകുന്നത്, അതുകൊണ്ട് കാണിക്കാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം നമ്മൾ നിർത്തിയിടാൻ പറ്റുമൊക്കെ ആണെങ്കിൽ കാണിക്കാനൊക്കെ പറ്റും. ഈ ബിൽഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എവിടെയോ ഒരു സ്ഥലത്തൂടെ കുറേ ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കൂടെ കാണാൻ പറ്റുന്നൊരു സ്ഥലം കേട്ടോ. അത് എനിക്കറിയാം, ഞാൻ പോയിട്ടില്ല, ഞാൻ ഫോട്ടോയൊക്കെ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തൊക്കെ. ഈ ഫ്രണ്ട്സൊക്കെ പോയിട്ടുള്ളവർ ഇട്ട ഫോട്ടോ, പിന്നെ ഗോൾക്കൊണ്ട ഫോട്ടോ. ഈ ഗോൾക്കൊണ്ട ഫോട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രേമലു സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇതിലെയൊക്കെയോ കാണാം. ഇതിലെയാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് ഇവിടെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്, ഒരു തവണ ഞങ്ങൾ വന്നൊരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ടും ഞങ്ങൾ ഈ പാലത്തിൽ നിന്ന് ഇറങ്ങി നടന്ന ഒരു ഓർമ്മ കേട്ടോ. അത് എപ്പോഴും ഞാൻ നന്നായിട്ട് ഓർക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്കൂടെ എവിടെയാണ് ആ സംഭവം കാണാം, പിന്നെ ഗോൾക്കൊണ്ട ഫോർട്ടും കാണാം കുറേ ദൂരെയായിട്ട്. പക്ഷേ ഇത് സൂം ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല, വണ്ടിയൊന്നും സ്പീഡിലാണ് പോകുന്നത്, അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ എവിടെയുണ്ട് കറക്റ്റ് സ്പോട്ട്, അത് തിരഞ്ഞു പിടിച്ച് ഞാനൊരു ദിവസം പോകുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിടാം. അല്ലാതെ എനിക്ക് ആ 7 ടോംബ് എന്താ പറയുന്നത്, വേറെന്തോ ഒരു പേരും കൂടെ പറയുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ മറന്നുപോയി. ഞാനതിന് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാനത് നോക്കിയതായിരുന്നു. വീഡിയോ എടുക്കുന്നതല്ല, വോയിസ് ഓവർ കൊടുക്കുന്നതിന് മുമ്പ് നോക്കിയതായിരുന്നു. പക്ഷേ ഇപ്പം അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതെന്തൊക്കെ അപ്പാർട്ട്മെൻറ്റുകളാണെന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ ആദ്യം ഹൈദരാബാദിൽ വന്നപ്പോഴത്തേക്ക് ആ ഒരു സംഭവം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഞങ്ങളിറങ്ങി ബസ്സിൽ നിന്ന് പിക്കവാനെ കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സ്ഥലത്തൂടെയൊക്കെ വന്നാൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് കേട്ടോ. അത് ഏത് സ്ഥലമാണെന്നൊന്നും അന്നറിയില്ല. അടുത്ത ബ്ലോക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ വണ്ടിയാണ് കിടപ്പുണ്ട്. ഇടയ്ക്ക് ബ്ലോക്ക് വരും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ എല്ലാം സിഗ്നൽ ഉണ്ടാവും. പിന്നെ ഞങ്ങളവിടെ ചെന്നു കേട്ടോ അവരുടെ വീട്ടിൽ. അപ്പോഴത്തേക്ക് മാനത്ത് നോക്കുമ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ ഓടിക്കളിക്കുന്നു. പെട്ടെന്ന് മഴക്കാറ് വന്നായിരുന്നു. മഴക്കാറ് വന്നു കഴിഞ്ഞാൽ ആകാശം പെട്ടെന്ന് അങ്ങ് തെളിഞ്ഞിട്ട് ഇതുപോലെ എന്തൊക്കെയോ സാധനങ്ങൾ ഓടി കളിക്കുന്നത്. എങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി. താഴേക്ക് നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ താഴെ നാരിൽ എന്തെങ്കിലും ചെയ്യുന്നതാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷം. മഴ പെയ്യും എന്നാണ് തോന്നുന്നത്. നന്നായിട്ട് മൂടിയാണ്, പക്ഷെ ആ മൂടിലൊക്കെ മാറിയിട്ട് ഇപ്പം തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല രസം. ഇവിടെ കുന്നിൻ്റെ മേലെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെ പോകാനൊന്നും പറ്റിയിട്ടില്ല. കുറച്ച് അങ്ങ് അകലെയായിട്ട് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം. പക്ഷേ വീഡിയോയ്ക്ക് അതോടെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒരു കുഞ്ഞമ്പലമൊക്കെ ഉണ്ട്. നല്ല രസമാണ് അവിടെ പോയി നിൽക്കുന്നത്. നല്ല കാറ്റുണ്ട്.
അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനാണ് തിരിച്ചു പോന്നോട്ടെ. എനിക്ക് ഇവിടെ വന്ന് ഹൈദരാബാദ് വന്നിട്ട് ഞാൻ മീൻ അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് അവിടെ സിലോപ്പി ആ മീനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം കഴിച്ചതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇന്നാളൊരു ദിവസം മീനൊക്കെ മേടിച്ചായിരുന്നു. പക്ഷേ അന്ന് എനിക്കെന്തോ നമ്മുടെ നാട്ടിലൊരു ടേസ്റ്റല്ല, ഇങ്ങനെ ഈ അമോണിയൊക്കെ ഇട്ട് അങ്ങോട്ട് ഇതാക്കിയിട്ട് അത് കറി വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ തൊലിയെല്ലാം പൊളിഞ്ഞു പോന്നിട്ട് അത് വേറൊരു ടേസ്റ്റും ഒരു മണവും അതെനിക്ക് പിടിക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ സിലോപ്പി മീൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന, എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ തിരിച്ചും റാപ്പിഡോയ്ക്ക് തന്നെ പോകുന്നത്. അപ്പോൾ ഈ പയ്യൻ്റെ മുത്തശ്ശൻ നാട്ടിലെവിടെയാണ് കോഴിക്കോടൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. നല്ലൊരു പയ്യൻ, 23 വയസ്സേ ഉള്ളൂ. അവന് പാർട്ട് ടൈമായിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ എന്തൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എനിക്കറിയില്ല കേട്ടോ ഇവിടുത്തെ തെലുങ്ക് ഭാഷ. തെലുങ്കും അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല. ഹിന്ദി എനിക്ക് വായിക്കാനറിയാം, പിന്നെ കേട്ടാൽ ചില വാക്കൊക്കെ മനസ്സിലായി. എന്നാൽ എനിക്ക് സംസാരിക്കാനും അറിയത്തില്ല. അവരിങ്ങനെ സ്പീഡിൽ പറയുമ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. അതാണ് എൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിയിരിക്കും കേട്ടോ. ഇത് മെട്രോ ആണെന്ന് തോന്നുന്നു. അല്ല, സോറി, എന്തോ ആണ്. അപ്പം അടുത്തൊരു സിഗ്നലും കൂടെ വന്നു. അപ്പോൾ പുള്ളിക്കാരൻ കയറിയപ്പോൾ തൊട്ട് ഇങ്ങനെ നല്ല ചില റാപ്പിഡോക്കാരെ നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പായിട്ടുള്ള ആൾക്കാരെ കിട്ടും കേട്ടോ. ചിലർ ഭയങ്കര മുരട്ട് സ്വഭാവമാണ്. ഞങ്ങൾ ഇന്നാളൊരു ദിവസം വിളിച്ചുകൊണ്ട് പോയ ഒരു ഓട്ടോക്കാരൻ, പുള്ളി ചുമ്മാ എന്തോ നമ്മളോട് ഒരു മാന്യതയില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം. പക്ഷെ ചിലരെയൊക്കെ നമുക്ക് നല്ല രീതിക്ക് ഇടപെടുന്ന ആൾക്കാരെ കിട്ടും കേട്ടോ. അങ്ങനെ കിട്ടിയ ഒരാളാട്ടോ ഇത്. 23 വയസ്സേ ഉള്ളൂ. എന്തോ ബയോകെമിസ്ട്രി എന്തോ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് ഓടിക്കുന്നു. അത്രേ എനിക്കറിയത്തുള്ളൂ. എനിക്ക് വേറെ ഒന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാനിട്ട് എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളവരോട് ചോദിച്ചുമില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തോ വൈകുന്നേരം അങ്ങോട്ടേക്ക് കാറിൽ പോയപ്പോൾ തന്നെ എനിക്ക് ഛർദി ഇങ്ങനെ മറിഞ്ഞ് കയറിയിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും റൂമിലെത്തിയിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ ഇരുന്നു. ഇനിയിപ്പം രാത്രിക്ക് ഇവിടെ വലിയ വെട്ടമൊന്നുമില്ല, എന്നാലും നല്ല രസമുണ്ട്. എനിക്ക് പക്ഷേ പേടിയാണ് കേട്ടോ. ഇത് രാത്രിക്ക് ലോറിയൊക്കെ ഇഷ്ടം പോലെ വരുന്ന സമയമാണ്. എനിക്ക് അതിങ്ങനെ അടുത്തുനിന്ന് ഫ്രണ്ടിൽ കൂടെ ഒരെണ്ണം പോകുന്നുണ്ട്. എനിക്കതിങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പേടി. രാത്രി ടൈമല്ലേ, എനിക്കെന്തോ എത്രയും പെട്ടെന്ന് ഒന്ന് റൂമിൽ ചെന്നാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ഞാൻ ക്ഷീണിച്ചായിരുന്നു. നമ്മൾ പകൽ പോയ വഴിയൊക്കെ തന്നെയാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, 7 ടോംബ് ഗോൾക്കൊണ്ട ഫോർട്ട് ഒക്കെ കാണാമെന്ന് പറയാം. അത് എവിടെയൊക്കെ വെച്ചിട്ടാണ്. എനിക്കിപ്പം പകലേ എനിക്ക് അറിയില്ല സ്ഥലങ്ങളൊന്നും കൃത്യമായിട്ട്. അപ്പോൾ പിന്നെ രാത്രിയിലത്തെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. രാത്രി നോക്കിയാൽ എനിക്ക് ഒട്ടും മനസ്സിലായില്ല ആ സ്ഥലമാണിതെന്ന് എനിക്കറിയാം. ഈ ഒരു ഫ്ലൈ ഓവറെ കയറിയപ്പോഴായിരുന്നു, ഇതുപോലത്തെ ഒരു ഫ്ലൈ ഓവറെ കയറിയപ്പോഴാണ് ഞാൻ ആ സംഭവം കാണിച്ചു തന്നത്. 7 ടോംബും പിന്നെ ഗോൾക്കൊണ്ട ഫോർട്ടൊക്കെ കാണാമെന്ന് പറഞ്ഞത്. പക്ഷേ എനിക്ക് പകലേ ഇതൊന്നും അറിയില്ല. അപ്പോൾ പിന്നെ രാത്രിയിലത്തെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെയും വീട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള മൈൻഡ് സെറ്റായിരുന്നു. കാരണം ഇടയ്ക്ക് ഇച്ചിരി തണുപ്പുണ്ട്. തണുപ്പ് അങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മൂക്കിന് പ്രശ്നം വരും. ഇവിടെയുണ്ട് മലബാർ ഗോൾഡ്. ഇതുണ്ട് മലബാർ ഗോൾഡിൻ്റെ ഒരു ഷോറൂം. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മലബാർ ഗോൾഡുണ്ട്, ജോയ ലുക്കാസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ മലബാർ ഗോൾഡ് ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ പകൽ ഇതിലേക്ക് തന്നെയാണ് പോയത്. ഇനി കയറുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ എന്തൊരു സ്മാരകം കാണാം എന്ന് പറഞ്ഞത് അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ദിവസം അവിടെ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഒക്ടോബറിൽ തിരിച്ച് നാട്ടിലേക്ക് പോകും. അതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരു ദിവസം എനിക്ക് അതിലേ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തതല്ല, സെറ്റപ്പായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറയുകയും ചെയ്യാം. ഗോൾക്കൊണ്ട ഫോർട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വഴി തന്നെയാണ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞതല്ല, ഇവിടെ എവിടെയോ വരയ്ക്കണോ നോക്കുമ്പോഴേ രാത്രി പകലേ മനസ്സിലാകില്ല. അപ്പോൾ രാത്രിക്ക് പറഞ്ഞിട്ടും കാര്യമില്ല, ഇവിടെ എവിടെ ആണ് അത് മാത്രമേ എനിക്കറിയാം. അപ്പോൾ ഞങ്ങളിനി അധികം ദൂരമൊന്നുമില്ല, ഇപ്പം തന്നെ റൂമിലെത്താറാകും. എനിക്കെന്താ പറയേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അല്ല, എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി ഇതൊക്കെ എന്തോ അപ്പാർട്ട്മെൻറ്റുകൾ അങ്ങനെയൊക്കെയാണ് തോന്നുന്നു. പിന്നെ ഞാൻ ഈ വണ്ടി നല്ല സ്പീഡിലാണ് പോകുന്നത്, അതുകൊണ്ടാണെങ്കിൽ ഒന്നും എടുക്കാൻ എനിക്കിങ്ങനെ ലോറി വരുന്നത് ഭയങ്കര പേടിയാണ്. എന്തോ പോലെ തോന്നും. ഈ ലോറിക്കാരല്ലേ, എനിക്ക് ഭയങ്കര പേടിയാണ്. നാട്ടിലാണെങ്കിലും എനിക്ക് പേടിയാണ് ഇത്രയും വലിയ വലിയ വണ്ടികളൊക്കെ. ലോറിയിൽ നിന്ന് മാത്രമല്ല, ബസ് അങ്ങനെ എല്ലാത്തരം വലിയ വലിയ വണ്ടികളും എനിക്ക് പേടിയാണ്. പ്രത്യേകിച്ച് രാത്രിയിലും കൂടെ ഓടുമ്പോഴത്തേക്കും എനിക്ക് അതിനേക്കഴിഞ്ഞ് പേടിയാണ്. നമുക്കറിയില്ലല്ലോ ഇവിടുത്തെ ഇതെങ്ങനെയാണെന്നോ. ഒന്നാമത് ഞങ്ങൾ പോകുന്ന വണ്ടി നല്ല സ്പീഡിലും കൂടെയാണ് പോകുന്നത്. ഇതാണ് ഹൈദരാബാദിലെ രാത്രി കാഴ്ചകൾ. പക്ഷേ ഒന്നും എനിക്ക് എടുക്കാനൊന്നും പറ്റുന്നില്ല. വീഡിയോ ശരിയാകുന്നില്ല, ഷെയ്ക്കാവുന്നു. എനിക്ക് ഒന്നാമത് പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ല് തുറന്നിട്ടേക്കുമായിരുന്നു. ചില്ല് തുറന്നിട്ടേക്കുന്നത് കൊണ്ട് ഫോണെങ്ങാനും അതുവഴി വെളിയിൽ പോകുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം എടുക്കുന്നത്. പകൽ പോയപ്പോൾ ഈ ബിൽഡിംഗ് കണ്ടോ, ഓർക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നു, ഞാൻ വീഡിയോ എടുത്തിട്ടിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഈ ബിൽഡിംഗ് കണ്ടപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഫോൺ താഴെ പോകുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാനാണെങ്കിൽ വീഡിയോ പേടിച്ചാണ് എടുക്കുന്നത്. കാരണം നല്ല സ്പീഡിലാണ് വണ്ടി വരുന്നത്. എങ്ങാനും കൈ തെറ്റിട്ടുണ്ട് ഫോൺ ഉറപ്പായിട്ടും വഴിയിൽ പോകും. വഴിയിൽ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോൺ അവിടെ തിരിച്ചു പോലും കിട്ടത്തില്ല. കാരണം പുറകിലൊക്കെ ഇഷ്ടം പോലെ വണ്ടി വരുന്നുണ്ട്, ഏതെങ്കിലും വണ്ടി കയറി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ചില്ല് അടച്ചിടാനും തോന്നില്ല, കാരണം നല്ല അടിപൊളി കാറ്റിങ്ങനെ കയറി വരുന്നുണ്ട്. ചില്ല് അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് തുറന്ന് പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ ഈ സൈഡിലേക്കഴിഞ്ഞും കൂടുതൽ ഇതുള്ളത് അപ്പുറത്തെ സൈഡിൽ, ഞാനിരിക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡ്. പക്ഷേ എനിക്ക് അവിടുത്തെ സീനൊന്നും എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. അവിടെ എടുത്താലും ശരിക്കും ക്ലിയറായിട്ട് കിട്ടത്തുമില്ല. അതാണ് പ്രശ്നം. പിന്നെ ക്യാമറ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞ് പറയാൻ വാക്കുകളില്ല. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കല്ലാതെ ചെയ്യാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ ആ വണ്ടിയിൽ പാട്ടിട്ടിട്ടുണ്ട്. ഇനി കോപ്പിറൈറ്റ് എങ്ങാനും കിട്ടുമോ എന്ന് പേടിച്ചിട്ടാണ്. കിട്ടുമല്ലോ, അങ്ങനത്തെ എന്തോ ഇതൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാനാണെങ്കിൽ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ ഈ വീഡിയോയ്ക്കൊക്കെ. അതുകൊണ്ട് എനിക്ക് പറയാൻ വാക്കുകൾ എനിക്കറിയത്തില്ല. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്താ വിശദീകരിച്ച് തരേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഞാൻ ഒരു തുടക്കക്കാരിയാണ്. ഇത് മൽക്കം എന്ന് പറഞ്ഞിട്ടൊരു ഇതാട്ടോ. അവിടെ ബോട്ടിങ് എന്തോ തടാകം, ലേക്കൊക്കെ ഉണ്ട്. അതാണ് ഇനി വരാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിംസ് സൺഷൈൻ ഹോസ്പിറ്റലാണ് കേട്ടോ ഇനി വരുന്നത്. ഈ ഹോസ്പിറ്റൽ ആദ്യം സൺഷൈൻ ആയിരുന്നു, അത് കഴിഞ്ഞപ്പോൾ അത് കിംസ് ഏറ്റെടുത്തപ്പോൾ കിംസ് സൺഷൈൻ ഹോസ്പിറ്റലായിട്ട് മാറി. ഇനിയിപ്പോൾ ഞങ്ങളുടെ അങ്ങോട്ടേക്ക് അധികം ദൂരമൊന്നുമില്ല, ഇപ്പം തന്നെ എത്തും കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ എന്താ ഇപ്പോൾ പറയുക, എനിക്ക് രാത്രിയിൽ ഇതിലെയൊക്കെ ബൈക്കിൽ പോകാനിഷ്ടം. നമ്മൾ കാറിൽ പോകുമ്പോൾ അത്രയ്ക്ക് അതിൻ്റെ ആ ഭംഗി നമുക്ക് അറിയാൻ പറ്റത്തില്ല ബിൽഡിങ്ങിൻ്റെ ഒന്നും. ബൈക്കിൽ പോവുകയാണെങ്കിൽ നല്ല രസമായിരിക്കും, നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും ആ ബിൽഡിങ്ങൊക്കെ. ഇതിപ്പോൾ നമുക്ക് ആ ഒരു നിശ്ചിത ഏരിയയിലുള്ളൊരു ഇതല്ലേ ഉള്ളൂ.
അപ്പോൾ ഞങ്ങൾ ഇറങ്ങാനുള്ള സ്ഥലം എത്തി കേട്ടോ. അതിന് മുമ്പ് ഒരു സിഗ്നൽ ഉണ്ടേ, ആ സിഗ്നലിൽ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആ സിഗ്നൽ കഴിഞ്ഞു. ഇത് ഇവിടുത്തെ വലിയൊരു IT ഹബ്, ഡിലോയിറ്റ് എന്ന് പറയും, അതാണിത്. ഇതിൻ്റെ വ്യൂ രാത്രിയിൽ അടിപൊളി കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ആയിട്ടാണ് വരും ഞങ്ങൾ താമസിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, അടിപൊളി വ്യൂ ആണ് രാത്രിക്ക്. എനിക്ക് ഇത് കാണുമ്പോൾ തോന്നും, പണ്ട് +2 കഴിഞ്ഞ് ഞാൻ +2 കഴിഞ്ഞിട്ട് എനിക്ക് ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം, അത് നടന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുക ഞാനന്ന് എഞ്ചിനീയറിംഗിൻ്റെ എക്സാം ഒന്നും എഴുതിയൊന്നുമില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഞാനാണെങ്കിൽ ഡിഗ്രിക്ക് BSc സുവോളജി ഒക്കെ എടുത്ത്. അപ്പോൾ ഞാൻ ഈ ബിൽഡിങ് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ആലോചിക്കും, ഇവിടെ ജോലി കിട്ടാൻ പാകത്തിനുള്ള എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിച്ചാൽ മതിയായിരുന്നു, എന്നാൽ പിന്നെ ഇവിടെ ജോലി ചെയ്യാമായിരുന്നു എന്ന് ഞാൻ എപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും. കാരണം നല്ല രസമുണ്ട് അവിടുത്തെ ബിൽഡിങ് രാത്രിക്ക് കാണാൻ വേണ്ടിയിട്ട്. അത് ഇവിടെ വന്ന് ഏത് IT ഹബ് കണ്ടാലും എനിക്കങ്ങനെ തോന്നും, അവിടെ ജോലി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കോഴ്സ് പഠിച്ചാൽ മതി. ഞാനാണെങ്കിൽ പ്രൊഫഷണലി മെഡിക്കൽ കോഡറാണ്, പക്ഷേ ഇങ്ങനത്തെ കമ്പനീസിലൊക്കെ ജോലി ചെയ്യാൻ എനിക്കിപ്പോൾ ഭയങ്കര ആഗ്രഹം തോന്നും. ഞങ്ങളപ്പോൾ വന്ന് ഇറങ്ങി കേട്ടോ. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് നടക്കണം. ഇങ്ങോട്ടേക്ക് വണ്ടി കയറ്റിക്കൊണ്ട് വരാൻ പാട്, കാരണം പകുതി വരെ വരത്തുള്ളൂ. പിന്നെ അവർക്ക് തിരിച്ചിറങ്ങി പോകാനും ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ ബുദ്ധിമുട്ടി കണ്ടെങ്കിൽ ഓർത്തിട്ട് ഞങ്ങൾ കുറച്ചിറങ്ങി അങ്ങ് നടക്കാമെന്ന് വെച്ചു. ഇപ്പം തന്നെ ഞങ്ങളുടെ റൂമിലെത്തുവേ. ഇന്നത്തെ ദിവസം ഇപ്പോൾ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലായിരുന്നു, എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ട് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിൽ ഒരാളുടെ പിറന്നാളും കൂടിയുണ്ട്, അത് കഴിയുമ്പോൾ വേറൊരാളുടെ ഉണ്ട്. അതോടുകൂടി ഈ വർഷത്തെ പിറന്നാളൊക്കെ തീരുവല്ല, തൽക്കാലത്തേക്ക് തീരും. പിന്നെ ഒക്ടോബർ മാസത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പിറന്നാൾ, അതാണ് പിന്നെ വരുന്നത്. അതിന് മുമ്പ് എല്ലാവരുടെയും തന്നെ ഇപ്പോൾ ഏകദേശം തീർന്നു, ഓഗസ്റ്റോട് കൂടി തന്നെ തീരും. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വെട്ടമൊന്നുമില്ല കേട്ടോ. ഇത് ഞങ്ങളെ റൂം ഇപ്പം തന്നെ എത്തും. ഇവിടെ ലൈറ്റും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, നമ്മൾ ഇരുട്ടി തപ്പി കയറി പൊക്കോണം. ഇവിടെ എല്ലാവരും നേരത്തെ കിടന്ന് ഉറങ്ങുകയോ ചെയ്യുമെന്ന് തോന്നുന്നു. ഞങ്ങളൊക്കെ ഈ താമസിച്ച് കിടന്ന് ഉറങ്ങുന്നവർ, ബാക്കിയുള്ള ഇവരൊക്കെ നേരത്തെ കിടന്നുറങ്ങുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ റൂമിൽ തിരിച്ചെത്തി. റൂമിൻ്റെ വാതിൽക്കൽ ഇത് ഞാൻ പറഞ്ഞതിന് മുമ്പ് ഡിലോയിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു IT ഹബ്, അതാട്ടോ ഞങ്ങളുടെ റൂമിൻ്റെ വാതിൽക്കൽ നിന്നാൽ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഇട്ടില്ല, വെളിയിലത്തെ ലൈറ്റ് അങ്ങനെ ഇടാറില്ല, ഇപ്പം തന്നെ തുറന്നകത്ത് കയറുമല്ലോ, പിന്നെ എന്തിനാണ് വെറുതെ കറണ്ട് ചാർജ് കളയുന്നത്. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി.